ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നതാണ് ഇത്ര വലിയ കുറ്റം. അതിലൊരാള് നിന്റെ ഭാര്യ, മറ്റേത് വേറെ ഏതോ ഒരു ചെറുപ്പക്കാരനും. സാധാരണ സംസാരവും ശൃംഗാരവും കണ്ടാ എനിക്ക് മനസ്സിലാവും. പറഞ്ഞില്ലെങ്കിൽ അതും കുഴപ്പമാവില്ലേ? ധനുഷിന് വേറെന്തെങ്കിലും സംശയം തോന്നിയാലോ? നിന്റെ ചേച്ചി എന്തൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് വല്ല അവിഹിതം ഉണ്ടെന്ന് പോലെ അവര് പറഞ്ഞു കൊടുക്കും. ഉറപ്പായിട്ടും അവരങ്ങനെ തന്നെ പറയും. ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. അപ്പൊ ധനുഷിനെ സംശയിക്കില്ലേ? ഞങ്ങളുടെ ഫാമിലി ലൈഫ് കുളം തോണ്ടും. എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും. എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും എന്റെ പ്രേമത്തിന്റെ കാര്യം മാത്രം ഇപ്പൊ പറയരുത്. അങ്ങനെ എന്റെ ഫാമിലി ലൈഫ് കുളം തോണ്ടിട്ട് നീ ആരെയും പ്രേമിക്കണ്ട. ഞാൻ ഉള്ള കാര്യം ധനുഷിനോട് തുറന്നു പറയാൻ പോവാ. ധനുഷ് എന്നോട് ചോദിക്കുമ്പോ എനിക്ക് കള്ളം പറയാൻ വയ്യ. എന്താണ് രണ്ടിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? ഞാൻ വന്നത് മുതലേ നിങ്ങൾ രണ്ടുപേരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഞങ്ങളെ കണ്ടിട്ട് ഏട്ടത്തിക്ക് അങ്ങനെ തോന്നിയോ? അങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ രണ്ടുപേരും അവിടെ ഇവിടെ ഇങ്ങനെ മാറി നിന്ന് രഹസ്യം പറയുന്നത്? രഹസ്യോ? എന്ത് രഹസ്യം? ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യവും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പരസ്യമായിട്ടല്ലേ ഇവിടുന്ന് സംസാരിച്ചത്. അതെ, ഏട്ടത്തിക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നിയതല്ല. ആണ്, ഏട്ടത്തിക്ക് തോന്നിയതാ. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ തമ്മിൽ എന്ത് രഹസ്യം സംസാരിക്കാനുള്ള? അതല്ലേ ഞാനും ചോദിക്കുന്നേ. നിങ്ങൾക്ക് തമ്മിൽ എന്താ ഇത്ര രഹസ്യം? അനക്കെ സത്യം പറ, എന്താ പ്രശ്നം? അത് അതെ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് സന്ധ്യച്ചിയുടെ നന്ദേട്ടന്റെ കാര്യമാണ്. അതാ ചേച്ചി രഹസ്യമായിട്ട് തെറ്റിദ്ധരിച്ചത്. സത്യാണല്ലോ അല്ലേ? 100% സത്യ. ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. അവരുടെ കല്യാണത്തിന്റെ കാര്യമൊക്കെ ഞങ്ങൾ മുതിർന്നവര് നോക്കിക്കോളാം. നിങ്ങൾ അതിന്റെ കാര്യമൊന്നും ഇപ്പൊ അന്വേഷിക്കണ്ട കേട്ടാ. മനസ്സിലായോ? എന്നാ വാ, ഭക്ഷണം കഴിക്കാം. നീ എന്റെ കയ്യിലൊപ്പം പിടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോയേനെ. അതെനിക്ക് മനസ്സിലായി. നീ ഇപ്പൊ അർച്ചനടുത്ത് പറഞ്ഞിരുന്നെങ്കിലേ ആകെ കുഴപ്പമായേനെ. എന്ത് കുഴപ്പം? അർച്ചന ഏട്ടത്തെ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുമായിരുന്നു. തൽക്കാലം ഒരു പരിഹാരം ഉണ്ടാക്കണ്ട. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പൊക്കോട്ടെ. അപ്പോ ധനുഷേട്ടനെ അറിഞ്ഞാലോ? ധനുഷ് എന്നോട് എന്തെങ്കിലും ചോദിച്ചാ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ആദ്യം അവനെ കുറിച്ചുള്ള മറ്റു ഡീറ്റെയിൽസ് കൂടെ അറിയട്ടെ. ഇതുവഴി മുന്നോട്ട് പോണോ വേണ്ടയോന്ന് അത് കഴിഞ്ഞ് തീരുമാനിക്കാം. അവനങ്ങനെ ഒരു കുഴപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രേമം തലയ്ക്ക് പിടിക്കുമ്പോഴേ അങ്ങനെ തന്നെ തോന്നും. ഇപ്പൊ തന്നെ അവൻ നിന്റെ തലയ്ക്ക് പിടിച്ച ലക്ഷണമാണല്ലോടി. ഏയ്, എനിക്കങ്ങനെ തലയ്ക്കൊന്നും പിടിച്ചിട്ടില്ല. പക്ഷെ അവൻ നല്ല ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. തലയ്ക്ക് പിടിച്ചതിന്റെ ലക്ഷണമാണ് അവൻ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നത് തന്നെ. കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കാൻ വരട്ടെ. ഇവൾക്ക് നല്ല ബുദ്ധി തോന്നിയോ? ഞാൻ സംസാരിച്ചത് ഏറ്റുന്ന തോന്നുന്നേ. സെറ്റിൽമെന്റിന് സമ്മതമാണെന്ന് പറയാനായിരിക്കും വിളിക്കുന്നത്. ഹലോ,
നീ നിന്റെ ഭാര്യ കയറൂരി വിട്ടിരിക്കുകയാണോ? കയറൂരി വിടാനോ? മനസ്സിലായില്ല. അതെ, ആണുങ്ങളായ ആദ്യം അവനവന്റെ ഭാര്യയെ അടക്കി നിർത്താൻ പഠിക്കണം. അല്ലാതെ ഭാര്യയെ വല്ലവരുടെ കൂടെ കറങ്ങാൻ വിട്ടിട്ട് നെഞ്ചും വിരിച്ച് ആണാണെന്ന് പറഞ്ഞിരിക്കല്ല വേണ്ടത്. വെറുതെ ഭ്രാന്ത് പറയരുത്. എന്തെങ്കിലും പറഞ്ഞ് തമ്മിൽ തെറ്റിക്കാനായിട്ട് നീ പണ്ടേ മെടിക്കാണെന്നുള്ളത് എനിക്കറിയാം. എല്ലാവരും ഒരുപോലെയാണെന്ന് നീ വിചാരിക്കരുത്. ഞാനല്ല സ്നേഹ. അതെനിക്ക് ഇന്നാ മനസ്സിലായത്. ദേ, നീ ഒന്ന് സൂക്ഷിച്ചോ, അവള് നിന്നെ ചതിക്കും. ചതിയില് ഡോക്ടറേറ്റ് എടുത്ത ആളാണല്ലോ നീ. ആ നീയാണോ എന്റെ പാവ സ്നേഹയെക്കുറിച്ച് പറയുന്നത്? എന്നിട്ടാണോ നിന്റെ ഭാര്യ അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് വേറൊരാളുമായിട്ട് ശൃംഗരിച്ചുകൊണ്ട് നിന്നത്? അതോ നീ അറിഞ്ഞുകൊണ്ട് നിന്റെ ഭാര്യയെ വേറൊരുത്തനായിട്ട് ശൃംഗരിക്കാൻ പറഞ്ഞു വിട്ടതാണോ? രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നതാണ് ഇത്ര വലിയ കുറ്റം. അതിലൊരാള് നിന്റെ ഭാര്യ, മറ്റേത് വേറെ ഏതോ ഒരു ചെറുപ്പക്കാരനും. സാധാരണ സംസാരവും ശൃംഗാരവും കണ്ടാ എനിക്ക് മനസ്സിലാവും. കണ്ട കാര്യം ഞാൻ നിന്നെ ഒന്ന് വിളിച്ച് അറിയിച്ചു എന്ന് മാത്രം. കുറച്ചു കാലം ഞാനും നിന്നെ സ്നേഹിച്ചിരുന്നല്ലോ. എനിക്ക് പറ്റിയ ചതി ഞാൻ അങ്ങ് സഹിച്ചു. ഇത് പക്ഷെ അങ്ങനെയല്ല. സ്വന്തം ഭാര്യയാ നിന്നെ ചതിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ ഭാര്യ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിൽ വെച്ച് അവൾക്ക് പരിചയമുള്ള ആരെങ്കിലും കണ്ടപ്പോ സംസാരിച്ചു കാണും. നിന്റെ മഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയപ്പോ അത് നിനക്ക് മഞ്ഞയായി. അത്രേ ഉള്ളൂ. ഇങ്ങനെ പോയാ പിന്നെ മിക്കവാറും അവള് നിന്റെ കൈവിട്ടു പോവും. പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ നീ ഇനിയും പഠിച്ചിട്ടില്ല. നിന്റെ ഭാര്യ ഇപ്പോഴേ മറ്റൊരുത്തന്റെ പിന്നാലെയാ. അത് മനസ്സിലാക്കിയാ നിനക്ക് നല്ലത്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ നന്നായിട്ട് സൂക്ഷിച്ചോ. എന്റെ മുന്നറിയിപ്പ് സാധാരണ തെറ്റാറില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. അവൻ വല്ലാതെ മാറിപ്പോയി. അവന് ഭാര്യ എന്തൊരു വിശ്വാസം. അനുഭവിക്കുമ്പോ പഠിച്ചോളൂ. സച്ചേട്ടാ, ഈ സാരി എങ്ങനെയുണ്ട്? കൊള്ളാവോ? എന്തായാലും താലി കെട്ടാൻ പോവല്ലേ. കല്യാണ പെണ്ണിനെ പോലും ഒരുങ്ങിയില്ലെങ്കിലും തീരെ കുറയാൻ പാടില്ലല്ലോ. പറ സച്ചേട്ടാ, ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. അതെന്തോ ഒരു സന്തോഷമില്ലാത്ത? ആര് പറഞ്ഞു സന്തോഷമില്ലാന്ന്? സത്യം പറഞ്ഞാലേ ഇത് ആർക്കും കിട്ടാത്തൊരു സ്പെഷ്യൽ മൊമെന്റ് അല്ലേ? ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒരു കല്യാണത്തിന്റെ ഒരുക്കമെല്ലാം ഉണ്ട്.